നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സങ്കടവും ഒക്കെ ഉണ്ടാവും. ഒരുപാട് സങ്കടത്തിലൂടെ കടന്നുപോയ ഒരാളാണ് ഞാനും. പക്ഷെ അതിലൊന്നും നമ്മൾ തളരരുത്. ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുക, സ്ഥലങ്ങൾ കാണുക, ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് റീഫ്രഷ് ആകും. നമ്മൾ കോഴിക്കോട് ഫുഡ് എവിടുന്ന് കഴിക്കണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയം കാണില്ല. പക്ഷെ എങ്ങനെ കറങ്ങി തിരിഞ്ഞാലും പോകാനുള്ള ഒരു പ്ലേസ് ചോദിക്കുമ്പോൾ അത് ബീച്ച് മാത്രമാണെന്നുള്ളൊരു ധാരണ നമുക്കൊക്കെ ഉണ്ട് അല്ലേ? എന്നാൽ ഇനി അത് നമുക്ക് മാറ്റാം. എനിവേ, വെൽക്കം ടു മൈ ന്യൂ യൂട്യൂബ് ചാനൽ എന്ന് ഞാൻ പറയുമ്പോൾ എനിക്ക് നല്ല ചമ്മലുണ്ട് കേട്ടോ. കാരണം ഇപ്പൊ ലോകത്തുള്ള സകലമാന ആൾക്കാർക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട്. സോ എന്റേതൊരു പുതുമയൊന്നുമല്ല, എന്നാലും ആദ്യത്തെ മര്യാദ കീപ്പ് ചെയ്യണമല്ലോ. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ബീച്ചിന്റെ അടുത്തുള്ള ഗുദാമിലേക്കാണ് കേട്ടോ. യെസ്, ഗുദാമിലേക്ക് ഒരു യാത്ര. ഗുദാം എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലേ, എന്തോ ഒരു വെറൈറ്റി. ചില സമയത്തൊക്കെ നമ്മളോട് ആരെങ്കിലും എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ പറയാറില്ലേ, ഞാൻ ഗുദാമിലായിരുന്നു എന്ന്. അതായത് ആരും കാണാത്ത, ആർക്കും അധികം എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലം. ശരിക്കും ഇതിന്റെ അർത്ഥം ഗോഡൌൺ എന്നാണ് കേട്ടോ. അങ്ങനെ ഒരു ഗുദാമിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. കോഴിക്കോട് ഗുജറാത്തി സ്ട്രീറ്റിന്റെ ഹൃദയഭാഗത്തുള്ള ഈ ഗുദാമിന് 160 വർഷം പഴക്കമുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? തുടക്കത്തിൽ ഈ ബിൽഡിംഗ് ഒരു അരിച്ചാക്ക് സൂക്ഷിച്ചു വെച്ചിരുന്ന സ്ഥലമായിരുന്നു. എന്നാൽ ഇപ്പോൾ കാലാതീതമായ പൈതൃകം നിലനിർത്തിക്കൊണ്ട് ഇതൊരു അടിപൊളി കഫേ ആയിട്ട് മാറിയിരിക്കുകയാണ്. ബഷീർ ബഡേണ്ടി എന്ന ഇദ്ദേഹമാണ് കേട്ടോ ഇതിന്റെ ഓണർ. 38ഓളം രാജ്യങ്ങളിൽ അദ്ദേഹം ഭാര്യയ്ക്കൊപ്പം സഞ്ചരിച്ചിട്ട് കളക്ട് ചെയ്തിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ആന്റിക് വിന്റേജ് സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. ജോലിക്ക് വരാന്നുള്ളൊരു ആളുകളെ പരിചയപ്പെടാൻ, പിന്നെ കുറെ സാധനങ്ങൾ, കുറെ സെലിബ്രിറ്റീസ് ഒക്കെ വരുന്ന ഒരു സ്ഥലമല്ലേ. സെലിബ്രിറ്റീസും വരും, സാധാരണക്കാർ എല്ലാവരും വരും. ബീച്ചിലെ ചൂടിന്ന് നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്. അതുപോലെ തന്നെ വല്ലാത്തൊരു സുഖമാണ്. അതിവിടെ AC ആയതുകൊണ്ട് മാത്രമൊന്നും അല്ല കേട്ടോ. അല്ലെങ്കിൽ തന്നെ നമുക്ക് മനസ്സ് മൊത്തത്തിൽ റീഫ്രഷ് ആവുന്ന ഒരു ഫീലാണ്. പണ്ട് കാലത്തെ ക്യാമറ, പൈസ, നാണയം, പാത്രങ്ങൾ, കസേര, വിളക്ക്, കട്ടില് തുടങ്ങി ഒരുപാട് സാധനങ്ങൾ ഇവിടെ കാണാനുണ്ട് കേട്ടോ. ശരിക്കും നമ്മളെ ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ്. ശരിക്കും എന്താണ് ഈ ഗുദാം? എന്താണ് ഈ ഗുദാമിന്റെ ഒരു മീനിങ്? അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഈ ഒരു സ്ഥലമേ അറിയാത്ത ആൾക്കാരുണ്ട്. ബീച്ചിന്റെ തൊട്ടടുത്ത് തന്നെ ഇത്ര അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടായിട്ട് പോലും ഇങ്ങനെ ഒരു സ്ഥലം അറിയാത്ത ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ടോ. നമ്മൾ ബീച്ചിലേക്കൊക്കെ വരികയാണെങ്കിൽ നമ്മളെ ഫ്രണ്ട്സിനെയും ഫാമിലിനെയും ഒക്കെ കൂട്ടിയിട്ട് വന്നിരിക്കാൻ പറ്റിയ നല്ല വൈബുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. തിരക്ക് പിടിച്ച ബീച്ചിന്റെ ചൂടിന്ന് നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഫുഡൊന്നും കിട്ടില്ല സാധാരണ, പക്ഷെ ഇവിടെ ഫുഡും നമുക്ക് കിട്ടും. എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള വിൻറ്റേജ് ആയിട്ടുള്ള ആൻറ്റിക് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ സമാഹരിച്ച് സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരു ഇടം കൂടിയാണ് അത്. ഇവിടെ ഒരുപാട് മ്യൂസിക്കൽ ആൽബംസ്, സിനിമകൾ, പോഡ്കാസ്റ്റുകൾ, പ്രൊഡക്റ്റ് ഷൂട്ട്സ്, അങ്ങനെ ഒത്തിരി അനേകം സംഗതികൾ ഇവിടെ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗൈസ്, ഇനി നിങ്ങൾ വരുമ്പോൾ, കോഴിക്കോട് വരുമ്പോൾ മസ്റ്റായിട്ടും വന്ന് കാണേണ്ട ഒരു പ്ലേസ് ആണ് ഗുദാം ആർട്ട് കഫേ. നമ്മുടെ ബീച്ചിൽ നിന്ന് ഗുജറാത്തി സ്ട്രീറ്റിലേക്കുള്ള റോഡിന് വന്നാൽ നേരെ എത്തുന്ന ജംഗ്ഷനിൽ തന്നെയാണ് ഗുദാം. അതുപോലെ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇതുപോലെ നമ്മുടെ കോഴിക്കോട് ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും കാണാനുണ്ട്. നമ്മുടെ ബീച്ച് മാത്രമല്ല കോഴിക്കോടുള്ളത്. അങ്ങനെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കും കൂടെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരേക്കും ബൈ.